ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതാ ഞാൻ ഇന്ന് ഒരു ചുണ്ട് നമ്മുടെ ഡാർക്ക് ലിപ്സ് എങ്ങനെ നമുക്ക് ലൈറ്റ് ടൺ ചെയ്യാം, അതായത് ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്ന ചുണ്ട് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഡാർക്ക്നെസ് ഒന്ന് കുറച്ച് ചെറിയൊരു പിങ്ക് കളർ ചെറുതായിട്ട് ആ ഡാർക്ക്നെസ് ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ട് ലൈറ്റനിങ് ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനും മുമ്പായിട്ട് ഈ പ്രോസസ്സ് എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും റിസൾട്ട് കാണില്ല. എനിക്ക് 2 ആഴ്ച എടുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്നത്. 2 ആഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു ഓവർനൈറ്റ് കൊണ്ടൊന്നും റിസൾട്ട് വരില്ല. എങ്കിലും സമയം എടുക്കുമെങ്കിലും നല്ല സൂപ്പറായിട്ടുള്ള റിസൾട്ട് എന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചുണ്ട് നല്ലതായിട്ട് ഡാർക്കായി, നിങ്ങൾക്ക് ഇപ്പം കാണുന്ന ഈ ഒരു കളറല്ലേ, ഇതിനേക്കാളും ഡാർക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറായിരുന്നു ഇവിടെയും ഇവിടെയൊക്കെ. പക്ഷെ ഇപ്പം അത് മാറി, കണ്ടില്ലേ, നല്ലതായിട്ട് മാറി, ശരിക്കും പറഞ്ഞാൽ സൂപ്പറായിട്ട് മാറി. അപ്പം എനിക്ക് 2 ആഴ്ച എടുത്തു, ചിലപ്പോൾ നിങ്ങൾക്ക് 2 ആഴ്ച കൂടുതൽ എടുത്തേക്കാം, ചിലപ്പോൾ 2 ആഴ്ച കുറവായിരിക്കാം. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് തീർച്ചയായിട്ടും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിപ് സ്ക്രബ്. ഈ സ്ക്രബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഞാനിത് ഡയറക്റ്റായിട്ട് അങ്ങ് ഉപയോഗിക്കാൻ പോവാണ്. ചുണ്ടിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ വീഡിയോ, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരു സ്ക്രബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് സ്ക്രബാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം വരാം. അപ്പം ഞാൻ ഇവിടെ സ്ക്രബ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പം ഇത് സ്ക്രബ് ഉപയോഗിച്ച് ഞാൻ വെള്ളം ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ, വെള്ളം ഉപയോഗിച്ചിട്ടില്ല, വെള്ളം ഉപയോഗിക്കാതെ തന്നെ ഇട്ടേക്കാണ്. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രഷില്ലേ, ടൂത്ത് ബ്രഷ്, ഇത് ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് ഇതിപ്പോൾ ചെറുതായിട്ട് നനവുണ്ട് കേട്ടോ ഈ ബ്രഷിന്, അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ ഇതിലിങ്ങനെ സ്ക്രബ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി പേര് ഇങ്ങനെ ഉരയ്ക്കും, നല്ലതായിട്ട് ഉരയ്ക്കുമ്പോൾ നല്ല പിങ്ക് കളർ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഉരയ്ക്കും. അങ്ങനെ ഉരയ്ക്കാനേ പാടില്ല, കാരണം നമ്മുടെ ചുണ്ടിൻ്റെ തൊലി എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം അത് നല്ലതായിട്ട് ഇങ്ങനെ ഉരയ്ക്കരുത്, ഭയങ്കര ജെൻറ്റിലായിരിക്കണം, ഭയങ്കര സോഫ്റ്റായിട്ട് വേണം നിങ്ങൾ ഉരയ്ക്കാൻ കേട്ടോ. ഒത്തിരി കട്ടി ഉപയോഗിച്ച് ഉരയ്ക്കാൻ പാടില്ല. നമ്മൾ ഈ ബ്രഷ് വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാണാൻ പറ്റുന്നുള്ളൂ, നമ്മുടെ ചുണ്ട് ഓൾറെഡി ഒരു ചെറിയ വളരെ ലൈറ്റായിട്ടൊരു പിങ്ക് കളറാവും. കാരണം ഇതുകൂടെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചുണ്ടിലെ ഡെഡ് സ്കിൻ സെൽസൊക്കെ അങ്ങ് മാറി കിട്ടും. അതിനുശേഷം ഇതുപോലത്തെ ഒരു കോട്ടൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡെഡ് സ്കിൻ സെൽസൊക്കെ ഒന്ന് മാറി ചുണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ, ബീട്രൂട്ട് എടുക്കുക. ഞാനിതെങ്ങനെ ഉപയോഗിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീട്രൂട്ട് 2ആയിട്ട് മുറിച്ചിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഉപയോഗിക്കാം. ഈ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കോട്ടണിൽ മുക്കിയിട്ട് ചുണ്ടിലിങ്ങനെ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് 2ആയിട്ട് മുറിക്കാൻ പോവാണേ. അപ്പോൾ ഇത് മുറിക്കുമ്പം ഈ ഭാഗത്ത് നല്ല നീര് കാണും, അത് നമ്മൾ ഈ ചുണ്ടിലോട്ട് ഇങ്ങനെ ഉരസി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഈ ഒരു ഫുൾ പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ട് നോക്ക് നല്ല ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് അത് ഈ ബീട്രൂട്ടിൻ്റെ ആണ് കേട്ടോ, ഈ ഒരു കളറായിരിക്കും. കണ്ടില്ല, ഇപ്പം ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ സംഭവം ചെയ്യേണ്ടത് രാത്രിയിലാണ് കേട്ടോ. രാത്രിയിൽ നമ്മൾ ഇത് ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണ് വേണ്ടത്, രാവിലെ ചെയ്യാനേ പാടില്ല. രാത്രിയിൽ വേണം ഈ സ്ക്രബ് ഉപയോഗിച്ചതിന് ശേഷം ബീട്രൂട്ട് ഇങ്ങനെ ഉപയോഗിച്ച് കിടന്നുറങ്ങുക, അതാണ് വേണ്ടത്. അപ്പോൾ ഇതായിരുന്നു ഈ മെത്തേഡ്, ഭയങ്കര സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചുണ്ട് ഡാർക്ക് ആവാൻ കാരണം ഞാൻ എന്നും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. കോളേജിലൊക്കെ പോകുമ്പോൾ ഞാൻ മിക്കപ്പോഴും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ട്. ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചോ, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ചുണ്ട് കെയർ ചെയ്യാനും അതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാനിപ്പം ഈ ഒരു സ്ക്രബ് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രബ് ആഴ്ചയിൽ 3 തവണ ഉപയോഗിച്ചാൽ മതിയാവും.
അപ്പോൾ ഇത് നല്ലതായിട്ട് വർക്കാവുന്ന ഒരു റെമഡി തന്നെയാണ്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, സമയം എടുക്കുമെങ്കിലും തീർച്ചയായിട്ടും വർക്കാവും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് സൂപ്പറായിട്ടൊരു സംഭവമാണ്, ഇത് വർക്ക് ചെയ്യും കേട്ടോ, നല്ലതായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലിലോട്ട് തൊട്ടായിട്ടുള്ള ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.